മകളെ കൊണ്ടുതന്നെ മാസപ്പടിയായി കോടികൾ വാങ്ങിച്ച് കള്ളപ്പണം വെളുപ്പിച്ച മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. ഇത് നമ്മൾ പറയുന്നതല്ല. ഇഡിയും SFIയും പോലെയുള്ള പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി പറഞ്ഞതാണ്. അതിന് സമാനമായി ലോകോത്തര ഫുട്ബോൾ താരം മെസ്സി വരുമെന്ന് പറഞ്ഞ് പിണറായി സർക്കാരിൻ്റെ ഒത്താശയോടെ നടന്നതും വൻ കള്ളപ്പണ ഇടപാടെന്നാണ് എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് MLA വ്യക്തമാക്കിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. അതിൻ്റെ ശിക്ഷ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് നടന്നിരിക്കുന്നത് എല്ലാം കൊച്ചി കേന്ദ്രീകരിച്ചാണ്. റിപ്പോർട്ടർ TV മുതലാളിമാർ സർക്കാരുമായി ചേർന്ന് നടത്തിയ വലിയ കൊള്ളയാണിത്. അതുകൊണ്ട് തന്നെ എറണാകുളം DCC അധ്യക്ഷൻ ഷിയാസ് ഈ കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി കൊള്ളക്കാരുടെ കയ്യിൽ വിലങ്ങ് വീഴാതെ അദ്ദേഹം പിൻവാങ്ങില്ലെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. മെസ്സി വരുന്നതിന് മുൻപ് അവരുടെ പദ്ധതി കലൂർ സ്റ്റേഡിയം വെച്ച് ഒരു കച്ചവടം നടത്താമെന്നായിരുന്നുവെന്നും ആ കലൂർ സ്റ്റേഡിയം ഈ രീതിയിലെങ്കിലും തിരികെ ലഭിച്ചത് ഭാഗ്യമാണെന്നുമാണ് ഷിയാസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ കായിക പ്രേമികളെയും ജനങ്ങളെയും വിഡ്ഢികളാക്കിയാണ് കള്ളപ്പണ ഇടപാട് മുഴുവൻ നടന്നത്. സ്റ്റേഡിയം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ പ്രതിരോധിച്ചവരെ അടിച്ചമർത്താനാണ് പിണറായി സർക്കാർ നോക്കിയത് എന്ന് പറയുമ്പോൾ അവരുടെ താല്പര്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അതിൻ്റെ ഭാഗമായി കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാണിച്ച ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുകയാണ് അന്ന് പിണറായി സർക്കാരിൻ്റെ പോലീസ് ചെയ്തത്. സ്റ്റേഡിയം തകർക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് അന്ന് കേസെടുത്തത്. പക്ഷേ മെസ്സിയുടെ പേരും പറഞ്ഞ് ആ സ്റ്റേഡിയം തന്നെ കൈക്കലാക്കാനാണ് സ്പോൺസർ അടക്കമുള്ളവർ ശ്രമിച്ചത് എന്ന് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു വൻ കൊള്ളയെ നിയമത്തിൻ്റെ മുന്നിലെത്തിച്ച് കൊള്ളക്കാരെ പൂട്ടാനാണ് മുഹമ്മദ് ഷിയാസും എറണാകുളത്തെ കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ പണി ആരംഭിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും കൊച്ചി MLAയുമായ മുഹമ്മദ് ഷിയാസ് അധ്യക്ഷനായിരിക്കുന്ന എറണാകുളം DCC വളരെ കൃത്യമായ പ്ലാൻ തയ്യാറാക്കിയുള്ള നീക്കത്തിലൂടെയാണ് ഇതിന് പിന്നിലെ കൊള്ളക്കാരെ പൂട്ടുന്നത്. ഇതിൻ്റെ സ്പോൺസർ ആരാണ്, അയാൾക്ക് പിന്നിൽ ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരും, അല്ലെങ്കിൽ പുറത്തുവിടുമെന്ന് ഷിയാസ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കൊച്ചിക്ക് തണലായിരുന്ന കുറേ മരങ്ങൾ മുറിച്ചു മാറ്റിയതല്ലാതെ മറ്റൊന്നും സ്റ്റേഡിയത്തിൽ നടന്നിട്ടില്ലെന്നും ആരാണ് ഇതിനായി പണം മുടക്കിയത് എന്ന് അന്വേഷിക്കണമെന്നും ഷിയാസ് പറയുന്നു. കായിക മന്ത്രിയായിരുന്ന അബ്ദുൾ റഹിമാൻ്റെ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കണം. മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കള്ളപ്പണം ഇടപാട് നടന്നത് പിണറായി വിജയൻ്റെ അറിവോടെയാണ്. അന്നത്തെ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള വ്യക്തികളായിരുന്നു ഈ തട്ടിപ്പിന് മുഴുവൻ നേതൃത്വം നൽകിയത്. കേരളത്തിൻ്റെ പൊതുസ്വത്ത് കൊള്ളയടിക്കാനും കള്ളപ്പണം വെളുപ്പിക്കാനുമാണ് മെസ്സി വരുമെന്നൊരു കള്ളക്കഥ മെനഞ്ഞെടുത്തത്. മെസ്സിയും അർജൻറ്റീനയും അറിയാതെ കള്ളക്കഥയുണ്ടാക്കിയാണ് ഈ വൻ കൊള്ള മുഴുവൻ ആസൂത്രണം നടത്തിയതെന്നും വ്യക്തമായ തെളിവുകൾ വെച്ചുകൊണ്ട് ഷിയാസും സംഘവും കളത്തിലിറങ്ങിയിരിക്കുന്നു. മെസ്സി വരുമെന്ന് പറഞ്ഞ സ്പോൺസറെ ഇപ്പോൾ കാണാനില്ല. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും KFAയും ഒന്നും അറിയാതെയായിരുന്നു ഈ രഹസ്യ ഇടപാട് മുഴുവൻ നടന്നത്. അങ്ങനെ സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ മനോഹരമായി പൊടിയിട്ട് നിറക്കുകയാണ് ചെയ്തത്. എന്നാൽ അങ്ങനെ പൊടിയിട്ടാൽ കാഴ്ച മങ്ങുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്നും കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന അനധികൃത നിർമ്മാണവും മെസ്സിയുടെ പേരിൽ നടന്ന കള്ളപ്പണ ഇടപാടും സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കി കൊള്ളക്കാരെ പൊക്കും എന്ന വ്യക്തമായ യുദ്ധപ്രഖ്യാപനമാണ് ഷിയാസ് നടത്തിയിരിക്കുന്നത്. കൊള്ളക്കാർ ലക്ഷ്യം വെച്ചത് എറണാകുളത്തെയും എറണാകുളത്തിൻ്റെ അഭിമാനമായ നെഹ്റു സ്റ്റേഡിയത്തെയും കൂടിയാണെങ്കിൽ ആ കൊള്ളക്കാരെ കയ്യാമം വെക്കുന്ന പണി എറണാകുളം DCC ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിലെ കളി മാറുന്നത്.